സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ വിളിച്ചു വരുത്തിയതിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുമ്പ് സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും അറിയാതെ ഗവർണർ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ ഗവർണർക്ക് അമിതാധികാര പ്രയോഗത്തിന് മൗനാനുവാദം നൽകുന്നു എന്നാണ് പ്രതിപക്ഷ വിമർശനം. ഈ ഘട്ടത്തിലും പ്രസ്താവനകൾക്കപ്പുറം സർക്കാർ തീർക്കുന്ന പ്രതിരോധം എന്താണ്? പ്രതിപക്ഷ വിമർശനത്തിന്റെ വായടപ്പിക്കാൻ സർക്കാർ നീക്കം എന്താകും? ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. ബിനിൽ ലീല സാബു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ബിനിൽ. ഈ ഗവർണർ ഇത് ആദ്യമായല്ല ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. തുടർച്ചയായി അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൽ ഇടപെടാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണം വിവിധ ഘട്ടങ്ങളിലായി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടിരുന്നതാണ്. നേരത്തെ തന്നെ ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ഉദ്യോഗസ്ഥരുടെ യോഗം നേരിട്ട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളുണ്ടായി. VC-മാരുടെ പ്രത്യേക യോഗം വിളിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ DGPയെ വിളിച്ചു വരുത്തിക്കൊണ്ട് കർശന നടപടിക്ക് ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി നടപടി അതുവരെ ഉണ്ടായിരുന്ന FIR-ന് പുറമെ 16-ാം തീയതി മറ്റൊരു FIR കൂടിയിട്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. ആ നിലയ്ക്ക് ഒരു സമാന്തര ഭരണം എന്ന നിലയ്ക്ക് ഗവർണർ പ്രവർത്തിക്കുന്നു എന്നതാണല്ലോ ആരോപണം. എങ്ങനെയായിരിക്കും സർക്കാർ ഇതിനെ പ്രതിരോധിക്കുക? പ്രതിപക്ഷത്തിൻ്റെ നീക്കം എങ്ങനെയായിരിക്കും? പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുക തന്നെയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഈ സർക്കാർ UDF സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഭയം കാണിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ, ഗവർണർക്കെതിരെ സംസാരിക്കാൻ ഒരു ഭയം കാണിക്കുന്നത് ലജ്ജാകരമെന്നാണ് പിണറായി വിജയൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് വിമർശനം കടുപ്പിക്കുകയാണ്. സർക്കാരിനെതിരെ ആ രീതിയിൽ ആക്രമിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നേരത്തെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഗവർണർ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചത്. അത് അറിഞ്ഞില്ല, ഓഫീസ് അറിഞ്ഞില്ല എന്നാണ് അന്ന് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എങ്ങനെയാണ് സർക്കാർ അറിയാതെ ഗവർണർ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിക്കുന്നത്? എങ്ങനെയാണ് അന്ന് തന്നെ പ്രതിപക്ഷം ചോദ്യം ഉയർത്തിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു സംസ്ഥാന പോലീസ് മേധാവിയെ സിസ തോമസുമായി ബന്ധപ്പെട്ട SFIയുടെ ഒരു പ്രതിഷേധത്തിൽ അതിന് പിന്നാലെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ ആരായുകയും ചെയ്തത്. DGP എടുത്ത നടപടികൾ ഗവർണറോട് വിശദീകരിക്കുകയും ചെയ്തു. ഇത് ജനാധിപത്യ വിരുദ്ധമായ നടപടി എന്നാണ് പ്രതിപക്ഷം ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു വിശേഷാധികാരം ഗവർണർക്ക് ഇക്കാര്യത്തിൽ, അമിതാധികാരങ്ങൾ ഗവർണർക്ക് ഇല്ല എന്ന സുപ്രീം കോടതി തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ ഗവർണർക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് മറുപടി നൽകുന്നു, ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഉയരുന്ന വിമർശനം അല്ലെങ്കിൽ പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇടത് സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ അമിതാധികാര പ്രയോഗത്തിന് ഗവർണർ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഉദ്യോഗസ്ഥരെ വിലക്കുകയും മുഖ്യമന്ത്രി തന്നെ കത്തെഴുതുകയും ചെയ്തതാണ്. അങ്ങനെ അതിനെ എതിർപ്പ് അറിയിച്ചതാണ്. ഈ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഒന്നിലധികം തവണ ഇങ്ങനെ ഗവർണർ ഈ അമിതാധികാര പ്രയോഗം നടത്തിയിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല? എന്ത് ഭയമാണ് സർക്കാരിന് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഗവർണർക്കെതിരെ ഏത് രീതിയിൽ ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കേന്ദ്രവുമായി ഒരു മൽപ്പിടുത്തത്തിന് ഇല്ല, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് ഇല്ല എന്നാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി തന്നെ നിലപാട് വ്യക്തമാക്കിയത്. അതിനുശേഷം ഗവർണറുമായുള്ള നിലപാടിൽ പോലും അത്തരം ഒരു മയപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോവുക എന്ന നയമാണ് സ്വീകരിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ DGPയെ വിളിച്ചു വരുത്തിയ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി കൂടി അറിഞ്ഞിട്ടാണോ ഇക്കാര്യം ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്നുൾപ്പെടെ മന്ത്രിസഭാ യോഗം അടക്കം ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയത്തൊക്കെ എന്താകും ഇതിലൊരു വിശദീകരണം എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് ഇക്കാര്യത്തിൽ വലിയ ഒരു പ്രതികരണത്തിലേക്ക്, ഗവർണർക്കെതിരെ ഒരു പ്രതികരണത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. എങ്കിൽ കൂടിയും ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തായാലും പ്രതിപക്ഷം നീക്കം കടുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഭരണപക്ഷത്തിന്റെ സർക്കാരിനെതിരെ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ സർക്കാർ ഗവർണറുടെ ഇത്തരം അമിതാധികാര പ്രയോഗത്തിന് നിലപാടെടുത്തപ്പോൾ ഈ സർക്കാർ ഭയത്തോടെ പിന്മാറി നിൽക്കുന്നു. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയ വോട്ടർമാരുള്ള അവഹേളനമാണ് ചെയ്യുന്നത് എന്ന വിമർശനം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഹർഷൻ, ബിനിലാണ് ന്യൂസ് ആംഗിളിൽ ചേർന്നത്.
അടിസ്ഥാനപരമായി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇത് എന്നും സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഭരണത്തിനുള്ള പൂർണ്ണാധികാരമുണ്ട് എന്നും അതിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗവർണർമാർ മറന്നു പോകുന്നുണ്ട്. ഗവർണറുടെ പദവി നേരിട്ട് സംസ്ഥാനത്ത് ഭരണം നടത്താനുള്ളതല്ല. ഗവർണർ ഭരണം ആകെ ഒരു തവണയെ ഇവിടെ ആ നിലയ്ക്ക് ദീർഘകാലം നിലനിന്നിട്ടുള്ളൂ. അത് അടിയന്തരാവസ്ഥ കാലത്താണ്. അതല്ലാതെ ഏർപ്പെടുത്തുന്നത് അതാത് കാലത്ത് മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്ഥിരാവസ്ഥ ഉണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രമാണ്. തൽക്കാലം ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഗവർണറുടെ ഇടപെടലിൻ്റെ ആവശ്യവുമില്ല. നന്നായി ഭരിക്കാൻ അറിയാവുന്ന നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവിടെ കയറി ഇടപെടേണ്ടതുണ്ടോ എന്ന് ഗവർണർ വീണ്ടും ആലോചിക്കണം. സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഇന്ന് കുറേ കൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാകും.